ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ ഫേവറേറ്റ് ആയ ഒരു സദ്യ വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് ഇഞ്ചിപ്പുലിയ ഡേറ്റ്സ് വെച്ചാൽ ഞാൻ ഇതുമായിട്ട് ഇഞ്ചിപ്പുലി ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യമേ ഒരു നെല്ലിക്ക പരുവത്തിൽ സാമ്പാർ പുളി എടുക്കണം. അത് നമുക്കൊരു ബൗളിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് കുതിർക്കാനായിട്ട് ആദ്യമേ നമുക്ക് മാറ്റി വെക്കേണ്ടതാണ്. അതിനകത്തൊരു ഇച്ചിരി ഉപ്പും കൂടി ഇടുക. എന്നിട്ട് ഒരു കപ്പ് വെള്ളം കൂടി ഇട്ട് നമുക്കിത് കുതിർക്കാനായിട്ട് ഒരു 10 മിനിറ്റ് മതി ഒന്ന് മാറ്റി വെക്കാം. ഉപ്പ് ഞാനിടുന്ന പെട്ടെന്ന് നമ്മളുടെ പുളി ഒന്ന് കുതിർന്ന് വരും, അതിന് വേണ്ടി ഉപ്പിടുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് 10 മിനിറ്റ് കൊണ്ട് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കൊരു കടായി എടുക്കാം. ആ കടായി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്ക് അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കിന് ഞാനിവിടെ 1/2 കപ്പ് ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് ഫ്രൈ ആയി കിട്ടും. സോ ഇത് നമുക്കിത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഫ്രൈ ആക്കി എടുക്കണം. അപ്പം പകുതി എൻ്റെ ഇഞ്ചി ഒന്ന് ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 2 പച്ചമുളകും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഇഞ്ചി ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. സോ നമ്മൾ ഈ സമയത്ത് ഫ്ലെയിം മീഡിയമും ലോയിലിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഫ്രൈ ചെയ്യേണ്ടത്. കരിഞ്ഞു പോകാൻ പാടില്ല നമ്മളുടെ ഇഞ്ചി. സോ ഇപ്പം കറക്റ്റായിട്ട് എൻ്റെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിവിടെ ഒരു 8 ഡേറ്റ്സ് അത് സ്മോളായിട്ട് ഞാൻ അരിഞ്ഞിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണം. ഡേറ്റ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ മധുരം അനുസരിച്ച് ഇടാവുന്നതാണ്, കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പം ഞാനിവിടെ ടോട്ടൽ 8 എണ്ണം ഇട്ടിട്ടുണ്ട്. അത് നല്ലൊരു മധുരം ഉണ്ടായിരുന്നു. സോ ഇത് മൂടിയിട്ട് നമുക്ക് 1 മിനിറ്റ് ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പുളിവെള്ളം, ആ പുളി നല്ലോണം നിരടിയിട്ട് എടുക്കണം, എന്നാലേ നമുക്ക് നല്ല പുളിവെള്ളം കിട്ടത്തുള്ളൂ. അതുകൂടി നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. പുളി ഇടാൻ പാടില്ല, വെള്ളം മാത്രമേ നമുക്ക് ഇതിനകത്ത് ഒഴിക്കാവുള്ളൂ. അതായത് ഞാൻ പുളി ഇട്ടിട്ടില്ല, വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്കിനകത്തോട് 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ടോട്ടൽ ഞാൻ 2.5 കപ്പ് വെള്ളമാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതനുസരിച്ച് ഇനി ഉപ്പ് ഇടാവുള്ളൂ. ഇതിട്ടിട്ട് നമുക്ക് നല്ലോണം ഇതൊന്ന് മിക്സാക്കി എടുക്കാവുന്നതാണ്. സോ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയമിലായിട്ട് വേണം ഇതൊന്ന് തിക്കാക്കി എടുക്കണം, നല്ല കുറുകി വരണം. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയമിലാക്കിയിട്ട് നല്ലോണം ഇതൊന്ന് കുറുകി വേവിച്ചെടുക്കാവുന്നതാണ്. സോ ഇതിന് നിങ്ങൾക്ക് കാണാം ഓൾമോസ്റ്റ് ഇതിന് കുറുകി വന്നിട്ടുണ്ട്. പക്ഷേ ഇച്ചിരി കൂടെ തിക്ക് കൺസിസ്റ്റൻസി എനിക്കിഷ്ടം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും എടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇനി ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിട്ട് ഇത് ഇച്ചിരി കൂടെ കണ്ടിന്യൂസ്ലി ഒന്ന് സ്റ്റിർ ചെയ്തായിരിക്കും ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇച്ചിരി കൂടെ തിക്കാക്കുന്നത്. സോ ഇതിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് വേണം, ഇത്രയും തിക്നെസ് ആയിരിക്കണം. അപ്പം എൻ്റെ ഡേറ്റ്സ് വെച്ചൊരു പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഷെയർ ആയിട്ട് അറിയിക്കണേ. പിന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം, എന്നാലേ പുതിയ വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വിഭവമായിട്ട് കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.